നമസ്കാരം. ഇന്ന് കർക്കിടക മാസം 11-ാം തീയതി. ഇന്നലെ നമ്മൾ ശ്രീരാമചന്ദ്രനും ഭരതനും തമ്മിലുള്ള സംവാദമാണ് പാരായണം ചെയ്ത് അനുസ്മരിച്ചത്. ഭരതൻ ശ്രീരാമചന്ദ്രനിലെല്ലാം സമർപ്പിച്ചു. അങ്ങ് രാജാവായി തിരിച്ച് അയോധ്യയിലേക്ക് വന്ന് അഭിഷിക്തനാവണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ താതൻ്റെ വാക്ക് അസത്യമാക്കിക്കൂടാ എന്ന് പറയുന്നു. എത്ര നിർബന്ധിച്ചിട്ടും ഭഗവാൻ തിരിച്ച് അയോധ്യയിലേക്ക് ഇപ്പോൾ വരില്ല എന്ന് മനസ്സിലാക്കിയ ഭരതകുമാരൻ ഭഗവാന്റെ പാദുകങ്ങളെങ്കിലും തനിക്ക് തന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് ആ പാദുകങ്ങളും ശിരസിലേറ്റി ഭരതകുമാരൻ അയോധ്യയിലേക്ക് പോരുന്നതായിട്ടുള്ള രംഗം. അയോധ്യയിലേക്ക് വരുന്നില്ലെങ്കിലും അയോധ്യ ഭരിച്ചുകൊണ്ട് ഭരതകുമാരൻ വാഴുന്നതായിട്ടുള്ള രംഗമൊക്കെ വർണ്ണിച്ചു. അതിനുശേഷം താൻ ഈ ചിത്രകൂട പർവ്വതത്തിൽ ആശ്രമത്തിൽ ഇരിക്കുകയാണെങ്കിൽ അയോധ്യാവാസികൾ എത്രയും ബുദ്ധിമുട്ട് സഹിച്ച് തന്നെ ഇവിടെ വന്ന് കാണും, തനിക്ക് വനവാസം സുഖമാവില്ല എന്ന് കരുതി അവിടെ നിന്ന് ദണ്ഡകാരണ്യത്തിലേക്ക്, അതിഘോര വനമായിട്ടുള്ള ദണ്ഡകാരണ്യത്തിലേക്ക് പോകുവാൻ തീരുമാനമെടുത്തു. അങ്ങനെ പോകുന്നത് വഴി അത്രിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു. അത്രിയുടെ പത്നിയായ അനസൂയയെ കണ്ട് വന്ദിച്ച സീതാദേവിക്ക് വിശ്വകർമാവിനാൽ നിർമ്മിതമായ വസ്ത്രവും കുണ്ടലങ്ങളും എല്ലാം പ്രദാനം ചെയ്തു, അനുഗ്രഹിച്ചു. അങ്ങനെ ആ പ്രകരണത്തോടുകൂടി ബാലകാണ്ഡവും അയോധ്യാകാണ്ഡവും കഴിഞ്ഞു. ഇനി ആരണ്യകാണ്ഡവുമാണ് തുഞ്ചത്താചാര്യൻ നമ്മുടെ മുന്നിൽ വർണ്ണിക്കുന്നത്. ആ ആരണ്യകാണ്ഡത്തിൽ ആദ്യം വിരാധനെ ഭഗവാൻ വധിച്ചതായിട്ടുള്ള രംഗം വർണ്ണിച്ചു. ആ വിദ്യാധരനായിരുന്ന വിരാധൻ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള രംഗം വർണ്ണിച്ച് ശരഭംഗൻ്റെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള രംഗമാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. രാമലക്ഷ്മണന്മാരും ജാനകിതാനും പിന്നെ ശ്രീമയമായ ശരഭംഗമന്ദിരം ബുക്കാർ. സാക്ഷാലീശ്വരനെ മാംസക്ഷണങ്ങളെ കൊണ്ടു വീക്ഷ്യ താപസവരൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാലാതിഥ്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാനനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമദീനാശയാലേ.
ആർജവബുദ്ധ്യാ ചിരം തപസാ ബഹുതരമാർജിച്ചേനല്ലോ പുണ്യമിന്നു ഞാൻ അവയെല്ലാം. മർത്യനായി പിറന്നോരു നിനക്കു തന്നിടിനേനദ്യ ഞാൻ മോക്ഷത്തിനായുദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നിങ്കലാക്കിയെന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാനിരുന്നിതു. ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേനന്തസന്തതം ചരാചരജന്തുക്കളന്തർഭാഗെ വസന്തം ജഗന്നാഥം. ശ്രീരാമം ശ്യാമളമംഭോജാക്ഷം ചീരവാസസം ജടാമകുടം ധനുർധരം സൗമിത്രിസേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കുണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടു കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു. ലോകേശപദം പ്രാപിച്ചിടിനാൻ തപോധനനാകാശമാർഗെ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യാ സൗമിത്രിണ താപസഗതി കണ്ടു കൗസല്യാതനയനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാരിമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം ബുക്കാർ. ദണ്ഡകാരണ്യതലവാസികളായ മുനിമണ്ഡലം ദാശരഥി വന്നതു കേട്ടു ചണ്ഡദീധിതി കുലജാതനാം ജഗന്നാഥൻ പുണ്ടരീകാക്ഷൻ തന്നെ കാൺമാനായി വന്നിടിനാർ. രാമലക്ഷ്മണന്മാരും ജാനകീദേവിതാനും മാമുനിമാരെ വീണു നമസ്കാരവും ചെയ്താർ. താപസന്മാരും ആശീർവാദം ചെയ്തവർകളോടാഭോഗാനന്ദ വിവശന്മാരായ അരുൾ ചെയ്താർ. നിന്നുടെ തത്വം ഞങ്ങളിങ്ങറിഞ്ഞിരിക്കുന്നു. പന്നഗോത്തമ തൽപേ പള്ളി കൊള്ളുന്ന ഭവാൻ ധാതാവർദ്ധിക്യമൂലം ഭൂഭാരം കളവാനായി ജാതനായിതു ഭുവി മാർത്താണ്ഡകുലത്തിങ്കൽ. ലക്ഷ്മണനാകുന്നതു ശേഷനും സീതാദേവി ലക്ഷ്മിയാകുന്നതല്ലോ. ഭരതശത്രുഘ്നന്മാർ ശംഖചക്രങ്ങളഭിഷേക വിഘ്നാദികളും സങ്കടം ഞങ്ങൾക്കു തീർത്തിടുവാനെന്നു നൂനം. നാനാതാപസകുലസേവിതാശ്രമസ്ഥലം കാനനം കാൺമാനാശു നീ കൂടെ പോനീടേണം. ജാനകിയോടും സുമിത്രാത്മജനോടും കൂടി മാനസേ കാരുണ്യമുണ്ടായി വരുമല്ലോ കണ്ടാൽ.
എന്നരുൾ ചെയ്ത മുനിശ്രേഷ്ഠന്മാരോടുകൂടി ചെന്നവരോരോരോ മുനിപർണശാലകൾ കണ്ടാർ. അന്നേരം തലയോടുമെല്ലുകളെല്ലാം ഓരോ കുന്നുകൾ പോലെ കണ്ടു രാഘവൻ ചോദ്യം ചെയ്താൻ. മർത്യമസ്തകങ്ങളും അസ്ഥികൂട്ടവുമെല്ലാം അത്രൈവ മൂലമെന്തോന്നിത്രയുണ്ടാവാനഹോ. തദ്വാക്യം കേട്ടു ചൊന്നാർ താപസജനം, രാമഭദ്ര നീ കേൾക്ക, മുനിസത്തമന്മാരെ കൊന്നു നിർദ്ദയം രക്ഷോഗണം ഭക്ഷിക്ക നിമിത്തമായി ദേശമസ്ഥിവ്യാപ്തമായി ചമഞ്ഞിതൂ നാഥ.